ഇപ്പോൾ മോറിയായിലേക്ക് പോകാൻ പോകുന്നത് ആരാധന കഴിക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ തൻ്റെ ഭവനത്തിനകത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുടെ പെർമിഷൻ അബ്രഹാം അതിനെ എടുക്കുന്നില്ല. ഇന്ന് കർത്താവ് നിന്നോട് പറയുന്നു, ആരാധനയുടെ വിഷയത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്റെ കുടുംബാംഗങ്ങൾ പലരും നിനക്ക് അനുകൂലമല്ലെങ്കിലും ഈ വിഷയത്തിൽ നിനക്കാരുടെയും പെർമിഷൻ വേണ്ട. വീണ്ടും പറയുന്നു, ഇത് നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, ഇത് നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്, ഇത് നീയും നിന്റെ കർത്താവുമായിട്ടുള്ള കവനന്റാണ്. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് നടന്നു നീങ്ങുന്നു. ഇനി അടുത്തൊരു കേസ് ഞാൻ പറയുന്നത്, ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു, അപ്പ വിറകും കത്തിയുമുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? കാരണം അപ്പൻ ആരാധിക്കുന്നത് ഏത് നിലകളിലാണെന്ന് 12 വയസ്സേ കൊച്ചനുള്ളെങ്കിലും അവൻ വർഷങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ്റെ അപ്പൻ ആരാധിക്കുന്നത് എങ്ങനെയാണ്, അവൻ അപ്പൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കയ്യിൽ എന്തൊക്കെ കാണും, അവൻ അപ്പൻ ആരാധനയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ പക്കൽ കാണുമെന്ന് അപ്പനെ ശ്രദ്ധിച്ച മകൻ പറയുന്നു. അപ്പനെ നോക്കിയിട്ട് പറയുന്നു, അപ്പ ഇന്ന് യാഗത്തിന് ആടില്ലല്ലോ, ഇന്ന് യാഗത്തിന് യാഗമൃഗമില്ലല്ലോ. ഈ സമയത്ത് ഇസഹാക്കിന് അറിയാം, അബ്രഹാമിന് അറിയാം യാഗവസ്തു തൻ്റെ മകനാണെന്ന്. പക്ഷേ അവിടെയും അബ്രഹാം തൻ്റെ വാ കൊണ്ട് പറയുന്ന വാക്ക് ഭയങ്കര ശക്തമാണ്, മോനെ ദൈവം നോക്കിക്കോളും. അബ്രഹാം ഇസഹാക്കിനെ യാഗപീഠത്തിന്റെ മേൽ